നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇവന്റെ കയ്യിൽ കാശ് വന്ന ആദ്യം തീർക്കുന്നത് നിന്റെ കടായിരിക്കും. ഓ, പറയാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. മോളെ പ്രസവിക്കാൻ വേണ്ടി വന്നതാ ഞാൻ, പിന്നെ തിരിച്ചു പോയിട്ടില്ല. അതെന്താ ആരും ഓർക്കാത്തെ? ഇത് പിടിക്ക്, ഞാൻ ബാക്കിയുള്ള റെന്റുകാരെയും കൂടെ കണ്ടിട്ട് വരാം. ശരി. അല്ല ലുക്കു, ഞാനും വരുന്നത്. അവിടെ നില്ല്. അതെ, ഞാനെന്താ ചെയ്യേണ്ടത്? ഈ സാധനം തിരിച്ചു കൊണ്ടുപോട്ടെ? അമ്മയെ വിശ്വസിച്ചാ ഞാൻ ഇത് ഓർഡർ ചെയ്ത്. വെറുതെ ഒന്നും അല്ലല്ലോ, ഇങ്ങോട്ട് കാശ് തരാനുള്ളതുകൊണ്ടല്ലേ ഞാൻ ഇവിടെ നിൽക്കുന്നതും ഇങ്ങനെയൊക്കെ ചെയ്യുന്നതും. ബുദ്ധിമുട്ടാണെ പറഞ്ഞാ മതി. തരാനുള്ള സ്ത്രീധന തുകയുടെ ബാക്കി കാശ് തന്നാ ഞാനങ്ങ് പൊയ്ക്കോളാം. ഇല്ലഞ്ഞിട്ടല്ലേ മോളെ, മനഃപൂർവ്വമൊന്നല്ലല്ലോ. എപ്പോ നോക്കിയാലും ദാരിദ്ര്യം. എന്ന് തീരും ഈ നശിച്ച പഞ്ഞം പറച്ചില്. അമ്മ, ഈ കാശ് അമ്മ വെച്ചോ. അത് വേണ്ട മോളെ, മോളോട് അമ്മ ചോദിക്കില്ലേ? എന്നോട് ഒരിക്കലും അമ്മ ചോദിക്കില്ല. അതാലോചിച്ച് അമ്മ വിഷമിക്കണ്ട. അല്ല മോളെ, വാങ്ങിക്കോ അമ്മേ. എന്തായാലും രമ്യ നാളെ നമ്മുടെ വീട്ടിലേക്ക് തന്നെ വരാനുള്ള ആളല്ലേ. ഭാവിയിലെ അമ്മായിയമ്മയ്ക്ക് ഭാവിയിലെ മരുമോള് മുൻകൂറായി തരുന്ന സഹായമായിട്ട് കണക്കാക്കിയാ മതി. അല്ലേ രമ്യേ? ആ കാശ് ഇങ്ങോട്ട് തന്നേക്ക്. ഞാനേ ഇയാളെ ഒന്ന് പറഞ്ഞു വിട്ടോട്ടെ. നിങ്ങൾ സംസാരിച്ചു നിക്ക്, ഞാനങ്ങോട്ട് ചെല്ലട്ടെ. ഞാനും വരാമേ. വാ. കണ്ടോ രണ്ടാളും കൂടെ പോകുന്നത്? ഇതിനെയാ ഐക്യം എന്ന് പറയുന്നത്. നിന്നോട് ആരാ പറഞ്ഞേ രമ്യ ഈ വീട്ടിലെ മരുമോളായിട്ട് വരാൻ പോണെന്ന്? അതാരെങ്കിലും പറയണോ? അവൾക്കേ രാജുവിനെ വലിയ ഇഷ്ടം. ഈ ഇഷ്ടം കല്യാണത്തിലല്ലേ അവസാനിക്കൂ? എടീ, ഞാൻ എന്റെ മകന് രാജു എന്ന് പേരിട്ടത് എന്തിനാണെന്ന് അറിയാമോ? അവനൊരു മഹാരാജാവൂന്ന് വിചാരിച്ചിട്ട് തന്നെയാ. അതിനുള്ള യോഗം ഉണ്ട് അവന്റെ ജാതകത്തില്. എന്റെ മോൻ മഹാരാജാവാകുമ്പോ അതിനൊത്ത ബന്ധം ഉണ്ടാവണ്ടേ അവന്? നീ കണ്ടോടി, ഒരു രാജകുമാരി തന്നെ വരും അവനെ കെട്ടാൻ. ഈ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ലോക ബഹുമാന്യാദി സ്ഥാനമാനങ്ങളും ജനപ്രീതിയും അധികാരപ്രാപ്തിയും മേലധികാരികളുടെ പ്രീതിയും സുഖവും ഫലം. ഇത് കൊറേ നേരം ആയല്ലോ പഞ്ചാംഗം കൊണ്ടിരിക്കാൻ തുടങ്ങിയിട്ട്. എന്തായി നോക്കുന്നത്? ഞാൻ രാജുവിന്റെ ജാതകം നോക്കാണ്ടി. അവന്റെ ജാതക പ്രകാരം അടുത്ത മാസം മുതൽ രാജയോഗം തുടങ്ങാൻ പോവാണ്ടി. ശുക്രദശ അവന്, ശുക്രദശ. ഒന്ന് പതുക്കെ പറ മനുഷ്യ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉറക്കെ പറയാൻ പാടില്ലെന്നാ. അതിന്റെ ഫലം അങ്ങ് പോവും. അതൊക്കെ നിന്റെ തോന്നലടി. ശുക്രദശയില് സുഖിക്കാത്ത മനുഷ്യരില്ല. നമ്മുടെ മോനും അങ്ങനെ ഒരു നല്ല കാലം വരാൻ പോണു. ആഹാ. ഇത് കുറച്ച് പായസ. അമ്പലത്തിലാണോ മോളെ? അല്ല, ഞാൻ ഉണ്ടാക്കിയതാ. ഓ, രാജുവേട്ടന് പാൽപ്പായസം ഇഷ്ടാണല്ലോ, അതുകൊണ്ട് ഉണ്ടാക്കിയതാ. അല്ല, രാജുവേട്ടൻ വന്നില്ലേ? എവിടെ? അവനെ കാത്തിരുന്ന ഇവിടെ ഇരിക്കലേ ഉണ്ടാവൂ. തോന്നുമ്പോ വരും, തോന്നുമ്പോ പോവും. എല്ലാത്തിനും ഒരു ചിട്ട വരണമെങ്കിലേ അവനൊരു കല്യാണം കഴിക്കണം. എന്നാ ഞാനിങ്ങോട്ട് പോട്ടെ. അല്ല മോളെ, പാത്രം അത് ഞാൻ പിന്നെ എടുത്തോളാം. എന്തൊരു നല്ല കുട്ടിയാ. രാജുവിനൊരു കണ്ണുണ്ട്. ഉണ്ടായിക്കോട്ടെ, നല്ലതല്ലേ? എനിക്കിഷ്ട രമ്യ. എന്നാ എനിക്കിഷ്ടമല്ല. നീ എന്നറിഞ്ഞിട്ടായി സംസാരിക്കുന്നത്? ഈ കല്യാണം എന്ന് പറയുന്നത് കുട്ടികളിയാണെന്നാണോ നിന്റെ വിചാരം? ഒരു ആയുഷ്കാലം മുഴുവൻ നിലനിൽക്കേണ്ട ബന്ധം അത്. അതുകൊണ്ട് ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ്
എല്ലാ വശവും ഒന്ന് ആലോചിക്കണം. ഉം. ആ വന്നൂലോ. മാമാ ആഹാ ഐശ്വര്യ മാമൻ തരാറുള്ള പതിവ്. താങ്ക് യു മാമാ. ഇത് എന്റെ പതിവ്. ഇന്നും വൈകില്ലോടാ. ഓരോ തിരക്കല്ലേ അമ്മേ. ആ അമ്മേ, എനിക്ക് നല്ല വിശപ്പ്. ഞാൻ കഴിക്കാൻ എടുക്കാം. ആ എടുത്തോ. അതിനു മുമ്പേ എനിക്കൊന്ന് കുളിക്കണം. ആ എന്നാ പോയി കുളിച്ചിട്ട് വാ. ആ, ശരി. ഏട്ടാ, എന്റെ പരീക്ഷ ഫീസ് അടച്ചോ? ഞാൻ പറഞ്ഞ ചിട്ടിയുടെ ആദ്യ ഗഡു അടച്ചോ? എന്റെ പ്രിയേ, എന്ത് കണ്ണീ ചോരയില്ലാതെ നിങ്ങൾ ഈ പെരുമാറുന്നത്. പണിയെടുത്ത് ക്ഷീണിച്ചിട്ടാവും വന്നിരിക്കുന്നത്. അതിനൊന്നുമില്ലേ. ആദ്യം അവനൊന്ന് കുളിക്കട്ടെ. വിചാരണയൊക്കെ അത് കഴിഞ്ഞിട്ട് മതി. നീ പോയി കുളിക്കുമോനെ. ശരി അമ്മേ. കാശിന്റെ വിവരങ്ങളൊക്കെ നാളെ പറയാം. ശരി അമ്മേ. ഞങ്ങളുടെ സങ്കടങ്ങളൊക്കെ പിന്നെ ഞങ്ങൾ ആരോട് പറയും? പരീക്ഷയാ വരുന്നത്. ഒന്ന് മിണ്ടാതിരിക്കേണ്ട ശ്രീ. അവൻ വന്ന് കേറിയതല്ലേ ഉള്ളൂ. അമ്മേ, ഒരു ഗ്ലാസും കൂടെ എടുത്തോ. ആ മോനെ, രമ്യ പായസം കൊണ്ടു തന്നിട്ടുണ്ട്. ആണോ? എന്നാ കുറച്ചെടുത്തോ. ആ കുട്ടിക്ക് നിന്നോടൊരു പ്രത്യേക ഇഷ്ടമുണ്ട്. ഏതോ ഒരു സമയത്ത് ഞാൻ അവളോട് പറഞ്ഞതാ നിനക്ക് പാൽപ്പായസം വലിയ ഇഷ്ടാന്ന്. അത് ഓർത്തു വെച്ചേ അവൾ ഉണ്ടാക്കി കൊണ്ടുവന്നതാ. ആ ഞാൻ പോയി പായസം എടുത്തു തരാം. എന്ത് സംശയം, ഞാൻ PG ക്ക് തന്നെ ചേരും. നീ എവിടെയാണോ ചേരുന്നത് അവിടെ തന്നെ ഞാനും ഉണ്ടാവും. അഡ്മിഷനോ? അതൊക്കെ എന്റെ ഏട്ട ശരിയാക്കി തന്നോളും. എന്നാ ശരി, ഞാൻ പിന്നെ വിളിക്കാം. എടാ, എനിക്ക് തരാനുള്ള കാശിന്റെ കാര്യത്തില് തീരുമാനമായെങ്കിൽ ഒന്ന് പറയണേ. കിട്ടിയ വേഗം വീട് പണി തീർത്തിട്ട് എനിക്കങ്ങ് മാറായിരുന്നു. എടാ, നീ ഞാൻ പറയുന്ന വല്ലതും കേൾക്കുന്നുണ്ടോ? ഐഷു വളർന്നു വരുവാ. എല്ലാ കാലവും ഇവിടെ നിങ്ങൾക്കൊപ്പം നിൽക്കാൻ എനിക്ക് പറ്റില്ല. പ്രിയേ, നിർത്ത. ഈ വിഷയം നമ്മൾ എത്ര തവണ പറഞ്ഞതാ. ഉണ്ടായിട്ട് എടുത്തു തരാത്തൊന്നുമല്ലല്ലോ. ഇവന്റെ കയ്യിൽ കാശ് വന്ന ആദ്യം തീർക്കുന്നത് നിന്റെ കടായിരിക്കും. ഓ, പറയാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. മോളെ പ്രസവിക്കാൻ വേണ്ടി വന്നതാ ഞാൻ. പിന്നെ തിരിച്ചു പോയിട്ടില്ല. അതെന്താ ആരും ഓർക്കാത്തെ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.